Dear friends, you are welcome to Historia. Historia പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പതിവ് പോലെ തന്നെ മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി നമ്മൾ മൂന്ന് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് ചോദ്യങ്ങളാണ്. ഒന്നോ രണ്ടോ മൂന്നോ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. പുതിയ സിലബസ് പ്രകാരം ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള മൂന്ന് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയിൽ ഇംപീച്ച്മെന്റ് നേരിട്ട ആദ്യത്തെ വ്യക്തിയാണ്. ഹു ഇസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ഫേസ് ഇംപീച്ച്മെന്റ്? ഇംപീച്ച്മെന്റ് നേരിട്ട ഇന്ത്യയിൽ ആദ്യത്തെ വ്യക്തിയാണ്. നമുക്കറിയാം ഇംപീച്ച്മെന്റ് എന്ന ആശയം നമ്മൾ കടമെടുത്തുള്ളത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ് ഇംപീച്ച്മെന്റ് എന്ന ആശയം നമ്മൾ കടമെടുത്തുള്ളത്. ഇംപീച്ച്മെന്റ് എന്ന ഐഡിയ നമ്മൾ കടമായിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. ആർട്ടിക്കിൾ 61 ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇംപീച്ച്മെന്റ് എന്നത് ആർട്ടിക്കിൾ 61. നമുക്കറിയാം രാഷ്ട്രപതിയെയും സുപ്രീം കോടതി, ഹൈക്കോടതി, ചീഫ് ജസ്റ്റിസ് ആൻഡ് അതർ ജഡ്ജസ് ഇവരെയൊക്കെ റിപ്ലേസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇംപീച്ച്മെന്റ് എന്ന് പറയാം. അപ്പോൾ ഓർത്തേക്ക് ഇന്ത്യയിൽ ഇംപീച്ച്മെന്റ് ചെയ്യണമെങ്കിൽ ലോകസഭയിൽ 100 ആളുകളുടെ പിന്തുണയും അതോടൊപ്പം രാജ്യസഭയിൽ 50 ആളുകളുടെ പിന്തുണയും കൂടി വേണം. ഈ ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാക്കണമെങ്കിൽ, ഇംപീച്ച്മെന്റ് പ്രമേയം ആരംഭിക്കണമെങ്കിൽ അത് ലോകസഭയിലും രാജ്യസഭയിലും രണ്ട് സ്ഥലങ്ങളും പാസ്സായാൽ മാത്രമാണ് ഇംപീച്ച്മെന്റ് ആവുന്നത്. അപ്പോൾ അത് ലോകസഭയിലും രാജ്യസഭയിലും പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ രാജ്യസഭയിൽ മിനിമം 50 ആളുകളുടെ പിന്തുണയും വേണം, ലോകസഭയിൽ മിനിമം 100 ആളുകളുടെ പിന്തുണയും വേണം. ഇങ്ങനെയാണ് ഇംപീച്ച്മെന്റ് പാസ്സാകുന്നത്. ഈ രണ്ട് സഭയിലും പ്രമേയം അവതരിപ്പിച്ച് അത് പാസ്സായി കഴിഞ്ഞാൽ ഇംപീച്ച്മെന്റ് പാസ്സായി ആ വ്യക്തി പുറത്തു പോകുക എന്നുള്ളതിന്റെ രീതി. അപ്പൊ നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ഇന്നേ വരെ ആരും ഇംപീച്ച്ഡ് ആയിട്ടില്ല. ഇന്ത്യയിൽ ഇന്നേ വരെ ആരും ഇംപീച്ച്മെന്റ് ആയിട്ടില്ല, ഇംപീച്ച്ഡ് ആയിട്ടില്ല. നോ വൺ റിപ്ലേസ്ഡ് ബൈ ഇംപീച്ച്മെന്റ്. ഇന്ത്യയിൽ ഒരാളും ഇംപീച്ച്മെന്റിലൂടെ പുറത്തായില്ല. ബട്ട് 2 പേഴ്സൺ ഇൻ ഇന്ത്യ ടു ഫേസ് ഇംപീച്ച്മെന്റ്. സ്വതന്ത്ര ഇന്ത്യയിൽ 2 ആളുകളാണ് ഇംപീച്ച്മെന്റ് നേരിട്ടുള്ള വ്യക്തി. ഒന്നാമത്തെ ആള് ജസ്റ്റിസ് വി രാമസ്വാമി എന്ന് പറഞ്ഞിരിക്കുന്നത് തമിഴ്നാട് ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് വി രാമസ്വാമിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇംപീച്ച്മെന്റ് നേരിട്ട വ്യക്തി. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് സൗമിത്ര സെൻ, കൽക്കട്ട ഹൈക്കോടതിയിൽ നിന്ന് റീസെന്റ്ലിയാണ് കൽക്കട്ട ഹൈക്കോടതിയിൽ നിന്ന് ജസ്റ്റിസ് സൗമിത്ര സെൻ. ഇങ്ങനെ 2 ആളുകളാണ് ഇന്ത്യയിൽ ഇംപീച്ച്മെന്റ് നേരിട്ടത്. പക്ഷെ 2 ആളുകൾ ഇംപീച്ച്ഡ് ആയില്ല, അതിനു മുന്നേ തന്നെ റിസൈൻ ചെയ്ത് പുറത്തുപോയി. സോ ഇന്ത്യയിൽ ആരും ഇംപീച്ച്മെന്റ് പ്രകാരം പുറത്താക്കപ്പെട്ടില്ല. പക്ഷെ 2 ആളുകൾ മാത്രമാണ് ഇന്ത്യയിൽ ഇംപീച്ച്മെന്റ് നേരിട്ട വ്യക്തികൾ. ആയിരിക്കണം? ഒന്ന് ജസ്റ്റിസ് രാമസ്വാമി, രണ്ടാമത്തെ ആള് സൗമിത്ര സെൻ. ക്ലിയർ ആയിരിക്കല്ലോ? അപ്പൊ ഇതാണ് ഇംപീച്ച്. അപ്പൊ ഇംപീച്ച്മെന്റ് മറക്കണ്ട. ഇംപീച്ച്മെന്റ് എന്ന ആശയം നമ്മൾ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. ആർട്ടിക്കിൾ 61. ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ ലോകസഭയിൽ മിനിമം 100 ആളുകളുടെ പിന്തുണ വേണം, രാജ്യസഭയിലാണെങ്കിൽ മിനിമം 50 ആളുകളുടെ പിന്തുണ വേണം. ഇന്ത്യയിൽ ഇന്നേ വരെ ആരും ഇംപീച്ച്മെന്റിലൂടെ പുറത്തായിട്ടില്ല എന്നോർത്തിക്കുക. 2 ആളുകൾ മാത്രമാണ് ഇംപീച്ച്മെന്റ് നേരിട്ട വ്യക്തികൾ. ഒന്ന് ജസ്റ്റിസ് വി രാമസ്വാമി, രണ്ടാമത്തെ ആള് ആരാണ്? കൽക്കട്ട ഹൈക്കോടതിയിലെ സൗമിത്ര സെൻ. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പൊ ഇതാണ് ഒന്നാമത്തെ നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. ആർട്ട് ആൻഡ് കൾച്ചർ എന്ന ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യമാണ്. ഓസ്കാർ അവാർഡിന്റെ ശില്പി ആരാണ് എന്നാണ് ചോദ്യം. ഓസ്കാർ അവാർഡിന്റെ ശില്പി ആരാണ് എന്നാണ് ചോദ്യം. ഓസ്കാർ അവാർഡിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജോർജ് സ്റ്റാൻലി എന്ന് പറയുന്ന ജോർജ് സ്റ്റാൻലി എന്ന് പറയുന്ന ആളാണ് ഈ ഓസ്കാർ അവാർഡിന്റെ ശില്പി. അതേസമയം അതിന് ഡിസൈനർ എന്ന രീതിയിൽ മറ്റൊരു ചോദ്യം കൂടി വന്നു. പിന്നീട് ഓസ്കാർ അവാർഡിന്റെ ഡിസൈനർ എന്ന രീതിയിൽ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. അങ്ങനെ വന്ന ഓർത്തോയ്ക്ക് ഒരിക്കലും ജോർജ് സ്റ്റാൻലി അല്ല, സെഡ്രിക് ഗിബൻസ് ആണ്. ഓസ്കാർ അവാർഡിന്റെ ഡിസൈനർ ആരാച്ചത് സെഡ്രിക് ഗിബൻസ് ആണ്. അതേസമയം അതിന്റെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ അത് ജോർജ് സ്റ്റാൻലി ആണ് ഓർത്തിക്കുക. ബ്രിട്ടാനിയം. പിന്നെ ലോഹം ചോദിക്കും. ഏത് ലോഹത്തിലാണ് ഈ ഓസ്കാർ അവാർഡ്? ഓസ്കാർ അവാർഡിന്റെ ലോഹം എന്ന് പറയുന്നത് ബ്രിട്ടാനിയം എന്നാണ്. പിന്നെ അവാർഡ് തുക ഓർത്ത് വയ്ക്കുക. ഓസ്കാർ അവാർഡിന് പ്രൈസ് മണി ഇല്ല, അതിന് ക്യാഷ് പ്രൈസ് ഇല്ല എന്നാണ് ഓസ്കാർ അവാർഡിന്റെ പ്രത്യേകത. ഇനി ഓസ്കാർ അവാർഡ് ആരംഭിച്ചതാണ് 1929 കാലിഫോർണിയ, അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് ഓസ്കാർ അവാർഡ് അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് എന്നറിയപ്പെടുന്നത്. അക്കാദമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് എന്നറിയപ്പെടുന്ന ഓസ്കാർ അവാർഡ് ആരംഭിക്കുന്ന 1929 കാലിഫോർണിയയിലാണ്. കാലിഫോർണിയയിലെ ലോസ് ആഞ്ചൽസിലെ റൂസ്വെൽറ്റ് ഹോട്ടലിലെ കൊഡാക്ക് തിയേറ്റർ അല്ലെങ്കിൽ ഡോൾബി തിയേറ്ററിൽ അവിടെ വെച്ചാണ് ഈ ഓസ്കാർ അവാർഡ് എല്ലാ വർഷവും നൽകുന്നത്. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പൊ 1929 ആണ്, 1929 അക്കാദമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് എന്നറിയപ്പെടുന്ന അവാർഡാണ് ഓസ്കാർ അവാർഡ് 1929 ആരംഭിച്ചു. കാലിഫോർണിയയിലാണ്. അവിടെ റൂസ്വെൽറ്റ് ഹോട്ടലിലെ കൊഡാക്ക് തിയേറ്റർ അല്ലെങ്കിൽ ഡോൾബി തിയേറ്റർ അവിടെ വെച്ചാണ് ഈ ഓസ്കാർ അവാർഡ് എല്ലാ വർഷം നൽകുന്നത്. ഓസ്കാർ അവാർഡ് ആദ്യമായി ലഭിക്കുന്ന സിനിമ എന്ന് പറയുന്നത് വിങ്സ് എന്ന സിനിമയ്ക്കാണ് ഓസ്കാർ അവാർഡ് ആദ്യമായി ലഭിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡ് കിട്ടിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് വാൾട്ട് ഡിസ്നി. നമുക്കറിയാം ഏറ്റവും കൂടുതൽ മോസ്റ്റ് ടൈം ഓസ്കാർ അവാർഡ് കിട്ടിയ വ്യക്തി വെച്ചാൽ വാൾട്ട് ഡിസ്നിയാണ്. അതേസമയം ഓസ്കാർ അവാർഡും നോബലും ഇത് രണ്ടും കിട്ടുന്ന 2 വ്യക്തികളിലോ ഫസ്റ്റ് പേഴ്സൺ ഇൻ ദി വേൾഡ് ഗെറ്റ് ഓസ്കാർ ആൻഡ് നോബൽ. ഓസ്കാർ അവാർഡും നോബലും ആദ്യമായി കിട്ടുന്ന വ്യക്തി വെച്ചാൽ അത് ആരാണ്?
ജോർജ് ബെർണാഡ് ഷാ. നമുക്കറിയാം ആംസ് ആൻഡ് ദി മാനൊക്കെ എഴുതിയ ജോർജ് ബെർണാഡ് ഷാ. ജോർജ് ബെർണാഡ് ഷായാണ് ഈ ഓസ്കാർ അവാർഡ് നോബൽ കിട്ടുന്ന ആദ്യത്തെ വ്യക്തി. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് റീസെന്റ് നമ്മുടെ ബോബ് ഡിലൻ, അമേരിക്കൻ ഡയറക്ടർ ആയിരുന്ന ബോബ് ഡിലൻ. ഈ ബോബ് ഡിലൻ ആണ് ഓസ്കാറും നോബലും കിട്ടുന്നത്. അപ്പോൾ ഓസ്കാറും നോബലും കിട്ടുന്ന രണ്ട് വ്യക്തികളിലോ ഒന്ന് ആരാണ്? ജോർജ് ബെർണാഡ് ഷാ. രണ്ടാമത്തെ ആള് ബോബ് ഡിലൻ ഓർത്തിക്കുക. ഏറ്റവും കൂടുതൽ കിട്ടിയ ആള് ആരാണ്? വാൾട്ട് ഡിസ്നിയാണ് എന്ന കാര്യം കൂടി ഓർത്തിക്കുക. ആദ്യമായി കിട്ടുന്ന സിനിമ എന്ന് പറയുന്നത് വിങ്സ് ആണ്. ഇനി ഓസ്കാർ അവാർഡ് കിട്ടിയ ഇന്ത്യൻ സിനിമ ഏതായിരിക്കും? ഓർത്തിക്കുക, ഇന്ത്യയിൽ ഒരു സിനിമയ്ക്കും ഇന്നേവരെ ഓസ്കാർ അവാർഡ് ലഭിച്ചിട്ടില്ല. ഓസ്കാർ അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ സിനിമ ചോദിച്ചാൽ, ഓസ്കാർ അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ സിനിമ വെച്ചാൽ മദർ ഇന്ത്യയാണ്. മെഹബൂബ് ഖാൻ ഡയറക്ട് ചെയ്ത മദർ ഇന്ത്യയാണ് ഓസ്കാർ അവാർഡിന് ആദ്യമായി നോമിനേറ്റ് ചെയ്യപ്പെട്ട സിനിമ. ഇനി ഓസ്കാർ അവാർഡ് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളം സിനിമ ഏതായിരിക്കും? അത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. ദാറ്റ് ഈസ് രാജീവ് അഞ്ചലിന്റെ ഗുരു എന്ന സിനിമ. രാജീവ് അഞ്ചലിന്റെ ഗുരു എന്ന സിനിമയാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് മലയാളം ഫിലിം നോമിനേറ്റ് ടു ഓസ്കാർ. അപ്പോൾ ഓസ്കാർ അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ സിനിമ മദർ ഇന്ത്യ. ആദ്യത്തെ മലയാളം സിനിമ എന്ന് പറയുന്നത് ഏതാണ്? രാജീവ് അഞ്ചലിന്റെ ഗുരു ആണ്. ഇനി ഓസ്കാർ അവാർഡ് കിട്ടിയ വ്യക്തികളെ നോക്കാം. സിനിമയ്ക്ക് നമുക്ക് കിട്ടിയില്ല, പക്ഷേ വ്യക്തികളെ നോക്കാം. ആദ്യമായിട്ട് കിട്ടുന്ന 1981 ഭാനു അത്തയ്ക്കാണ്. ഗാന്ധി സിനിമയിലെ വസ്ത്രാലങ്കാരം. ഗാന്ധി സിനിമയിലെ വസ്ത്രാലങ്കാരത്തിന് ആദ്യമായി ഓസ്കാർ അവാർഡ് കിട്ടുന്ന ഇന്ത്യൻ വ്യക്തി ഭാനു അത്തയ്യാണ്. 83 അതിനുശേഷം പിന്നീട് കിട്ടുന്നത് 1992 നമ്മുടെ സത്യജിത് റോയ്ക്ക് സമഗ്ര സംഭാവനയ്ക്ക് സത്യജിത് റോയ്ക്കാണ് പിന്നീട് ഓസ്കാർ അവാർഡ് ലഭിക്കുന്നത്. അതിനുശേഷം നമുക്കറിയാം ആരായിരിക്കും? റഹ്മാന് 2009 നമുക്കറിയാം അതാ സ്ലം ഡോഗ് മില്യന് റഹ്മാന് കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അതിന്റെ ലിറിക് എഴുതിയ ഗുൽസാറിന് കിട്ടുന്നുണ്ട്. ദെൻ ശബ്ദമിശ്രണത്തിന് ആർക്കും കിട്ടുന്നത്? റസൂൽ പൂക്കുട്ടിക്കും കിട്ടുന്നുണ്ട്. ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പൊ ഇത്രയും ആളുകളാണ് ഇന്ത്യയിൽ ഓസ്കാർ അവാർഡ് കിട്ടിയ വ്യക്തികൾ. ആരൊക്കെയാണ്? 1 ഭാനു അത്തയ്യ, 2 സത്യജിത് റോയ്, 3 റഹ്മാൻ ആൻഡ് ഗുൽസാർ ആൻഡ് ഫൈനലി റസൂൽ പൂക്കുട്ടി. ദാറ്റ് ഈസ് ഫസ്റ്റ് മലയാളി ഓസ്കാർ അവാർഡ് കിട്ടുന്ന ആദ്യം മലയാളി റസൂൽ പൂക്കുട്ടിയാണ്. അപ്പൊ ഇത്രയാണ് ഓസ്കാർ അവാർഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഓസ്കാർ അവാർഡിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ജോർജ് സ്റ്റാൻലി. അതിന്റെ ഡിസൈനർ സെഡ്രിക് ഗിബൺസ്. ആരംഭിച്ചത് 1929. തുടങ്ങിയ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് പഠിക്കുക. പിന്നെ ഓസ്കാർ അവാർഡ് കിട്ടിയ മലയാളികളെയും ഇന്ത്യക്കാരെയും ഒന്ന് ഓർത്ത് വയ്ക്കുക. നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന ഭാഗത്ത് സ്പോർട്സ് അവാർഡുകൾ അങ്ങനെ ഒരു സിലബസ് നമുക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയിരിക്കുമല്ലോ. ദെൻ തേർഡ് വൺ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകും. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ കായിക പരിശീലനത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതി ഏതാണ്? ഇന്ത്യയിൽ കായിക പരിശീലനത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണ്. കായിക രംഗത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡല്ല. നമ്മൾ അർജുന അവാർഡ് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അർജുന അവാർഡ് കായിക രംഗത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡ്. അർജുന അവാർഡും ധ്യാൻചന്ദ് അവാർഡൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ എടുത്തതാണ്. ഇത് കായിക പരിശീലനത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡ് ഏതാണെന്നത്? ഇന്ത്യയിൽ കായിക പരിശീലനത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡ് എന്ന് പറയുന്നത് ദ്രോണാചാര്യ അവാർഡ്. 1985 ആരംഭിച്ച ദ്രോണാചാര്യ അവാർഡാണ് ഇന്ത്യയിലെ കായിക പരിശീലനത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡ്. നമുക്കറിയാം നമ്മുടെ മഹാഭാരതത്തിലെ കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവായൂർ ദ്രോണാചാര്യർ. അത് തന്നെ ആ പേര്, അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് നമ്മൾ ഈ അവാർഡ് നൽകുന്നത്, ദ്രോണാചാര്യ അവാർഡ്. ആരംഭിക്കുന്ന 1985 ദ്രോണാചാര്യ അവാർഡ് ആരംഭിക്കുന്നത്. 15 ലക്ഷം രൂപയാണ് ഇതിന്റെ പ്രൈസ് മണി. എത്രയാണ്? 15 ലക്ഷം രൂപ. ദ്രോണാചാര്യ അവാർഡ് സ്റ്റാർട്ടിങ്ങിൽ 5 ലക്ഷമായിരുന്നു. ഇപ്പോൾ 15 ലക്ഷം രൂപയാണ് ദ്രോണാചാര്യ അവാർഡിന്റെ പ്രൈസ് തുക. ഓർത്തിക്കുക. ആരംഭിച്ച 1985. ഇനി ആദ്യമായി ഇത് ലഭിക്കുന്നത്, പ്രധാനമായിട്ട് ആദ്യമായിട്ട് ലഭിക്കുന്ന ആളുകൾ, ഒന്ന് ബാലചന്ദ്ര ഭാഗവത് എന്ന് പറയുന്നത് ബാലചന്ദ്ര ഭാസ്കർ ഭാഗവതാണ്. ബാലചന്ദ്ര ഭാഗവത് അല്ലെങ്കിൽ ബാലചന്ദ്ര ഭാസ്കർ ഭാഗവത് എന്ന് പറയുന്നത്. ദെൻ മറ്റൊന്ന് ഓം പ്രകാശ് ഭരദ്വാജ് ആണ്. മൂന്നാമത് ഒരു മലയാളിയായിരുന്നു OM നമ്പ്യാർ എന്ന് പറയുന്ന മലയാളി. ഇങ്ങനെ 3 ആളുകൾക്കാണ് ഈ പറയുന്ന ദ്രോണാചാര്യ അവാർഡ് ആദ്യമായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഓർത്തുവയ്ക്കുക, കായിക പരിശീലന രംഗത്ത് കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന അവാർഡാണ് അത് ഈ പറഞ്ഞ ദ്രോണാചാര്യ അവാർഡ് എന്ന് ഓർത്തുവയ്ക്കുക. അത് ആദ്യമായിട്ട് ലഭിച്ച വ്യക്തികളാണ് ഞാൻ പറഞ്ഞത് ബാലചന്ദ്ര ഭാസ്കർ എന്ന് പറയുന്ന ആൾ ഓർത്തിക്കുക. ബാലചന്ദ്ര ഭാസ്കർ ഓർത്തിക്കുക. രണ്ടാമത് പറഞ്ഞാൽ ഓം പ്രകാശ് ഭരദ്വാജ്. മൂന്നാമത് മലയാളിയാണ്. ആരാണ്? OK നമ്പ്യാർ. ദെൻ അതിനുശേഷം 2019 വിമൽ കുമാർ എന്ന മലയാളിക്കും ദ്രോണാചാര്യ അവാർഡ് കിട്ടുന്നുണ്ട്. 2019 വിമൽ കുമാറിനും ദ്രോണാചാര്യ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മറക്കണ്ട, ദ്രോണാചാര്യ അവാർഡാണ് ഇന്ത്യയിൽ കായിക പരിശീലനത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതി. 15 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഒരു സ്റ്റാച്യൂവും. 15 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും പിന്നെ ദ്രോണാചാര്യവും അർജുന് അമ്പെയ്ത് പരിശീലിക്കുന്ന ഒരു ശില്പം, ആ സ്റ്റാച്യു കൂടിയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിരിക്കും. സ്റ്റാർട്ട് ചെയ്ത് 1985. ക്ലിയർ ആയിരിക്കും. അപ്പോൾ ഇതാണ് ദ്രോണാചാര്യ അവാർഡ്. അപ്പോൾ നമ്മൾ എല്ലാ ക്ലാസ്സുകളും ഇങ്ങനെ ഓരോ അവാർഡുകളോ അല്ലെങ്കിൽ ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ നമ്മൾ എല്ലാ ക്ലാസ്സുകളും ഓരോന്നും പഠിച്ചുകൊണ്ട്, അപ്പോൾ നമ്മുടെ അവാർഡുകൾ അല്ലെങ്കിൽ ആർട്ട് ആൻഡ് കൾച്ചർ എന്നൊരു സിലബസിലേക്ക് നമുക്കത് കൂട്ടിച്ചേർത്ത് വേണം പഠിക്കാൻ ഓർത്തുവയ്ക്കുക. ക്ലിയർ ആയിരിക്കും. അപ്പോൾ ഇത്രയും 3 ചോദ്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുക. ആ 3 ചോദ്യങ്ങളുടെയും
ആൻസറും അനുബന്ധ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് പഠിക്കുക. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളൊന്നും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ, ആൻസറുകൾ തരാം. അതോടൊപ്പം ഇനി നേരിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറായ 9846298093 എന്ന നമ്പറിൽ നിങ്ങൾ കമന്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഗൈഡൻസുകളും നൽകണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വളരെ വേണ്ടപ്പെട്ട കുട്ടികൾക്ക്, പഠനവുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക്, PSC പഠിക്കുന്നവർക്ക്, അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.